ഹലോ ഹായ്. ഇതാണ് കേട്ടോ അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറബിക് കോഫി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് നമ്മുടെ ഫ്ലാസ്കിൻ്റെ അളവിനനുസരിച്ചാട്ടോ വെള്ളം എടുക്കുന്നത്. ഞാൻ എന്നിട്ട് ചെറിയ ഫ്ലാസ്ക്കാണ് എടുത്തിരിക്കുന്നത്, ഒരാൾക്ക് വേണ്ടി മാത്രമാണ്. അതാണ് പൗഡർ. ഇതിൽ നിന്നും കാൽ ഭാഗം വെള്ളം വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സ്പൂൺ പൗഡറാണ് ഇടുന്നത്. വെള്ളത്തിനനുസരിച്ച് പൗഡറിൻ്റെ അളവ് കൂടും. അതങ്ങനെ നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് പൗഡർ ഇട്ട് അത് തിളയ്ക്കണം. അത് തിളയ്ക്കുന്ന മീൻസ് ഒരു 5 ടു 10 അതാണ് അതിൻ്റെ അളവ്. അതിനപ്പുറം അത് തിളച്ച് കഴിയുമ്പോൾ കുറേ നേരം തിളച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് വേറെ ആയി പോകും. പെണ്ണുങ്ങൾക്ക്, അതായത് മാമന്മാർക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ലൈറ്റ് കളറും, ബാവമാർക്കാണെങ്കിൽ അല്പം കട്ടി കൂടി, അതായത് കുറച്ചും കൂടെ തിക്കായിട്ടുമായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് മാമയ്ക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു സ്പൂൺ മാത്രം ഇട്ടിരിക്കുന്നത്. അതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യണം. അതായത് ചുമ്മാ കൊണ്ടേ കൊടുത്താൽ പോരെ, ഒരു ട്രേ എടുത്ത് വെച്ച് അത് സെറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ. ഇതാണ് കോഫി കുടിക്കുന്ന ഫിഞ്ചാല. ഇത് ഈന്തപ്പഴം അതിനകത്ത് നമ്മൾ ബിസ്ക്കറ്റും പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഓയിലുണ്ട്, അതുകൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഈന്തപ്പഴം. അതാണ് ഫ്ലാസ്ക്. ഇതിലേക്ക് നമ്മൾ കോഫി മേറ്റ് എന്ന് പറഞ്ഞൊരു പൗഡറാണിത്, ഇതിൻ്റെ പ്രധാനമാണത്. അതിൻ്റെ ഒരു 1/4 സ്പൂൺ പൗഡർ, ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി, ഇത് രണ്ടും അതിലേക്ക് ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് ഈ കോഫി നമ്മൾ ഇതിലേക്ക് അരിച്ചൊഴിക്കണം. ആ ഏലക്കാപ്പൊടിയും കോഫി മേറ്റിൻ്റെ പൗഡറുമാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ തിളച്ചിരിക്കുന്ന കാപ്പി നമ്മളിതിലേക്ക് ഒഴിച്ച് വെച്ചു, അതങ്ങോട്ട് സെറ്റാക്കി അത് നമ്മൾ കൊണ്ട് സാലയിലോട്ട് കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അവർ ഈ കോഫിയും കൊണ്ട് ഒരു ദിവസം അവിടെ ഇരിക്കും. കാരണം നമ്മളെപ്പോലെ ഒരു വലിയ ഗ്ലാസ് നിറച്ചല്ല കുടിക്കുന്നത്. ഈ ഒരു ഫിഞ്ചാലിന് കുറേശ്ശെ ഒഴിച്ച് അതിൻ്റെ കൂടെ പല സ്വീറ്റ്സുകളും കാണും.